രാത്രി കറക്റ്റ് 9 മണി. കടുത്ത ചൂടിൽ ഫാനും എ സിയും ഇട്ട് നമ്മൾ വിശ്രമിക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് കറണ്ട് പോകുന്നത്. ശരിയല്ലേ? കേരളത്തിൽ കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി നമ്മൾ അനുഭവിക്കുന്ന ഈ പവർ കട്ടുകൾക്ക് പിന്നിൽ ഒരു വലിയ രഹസ്യമുണ്ട്. നമ്മുടെ നാട്ടിൽ കറണ്ട് ഇല്ലാത്തതുകൊണ്ടല്ല ഈ പവർ കട്ട്. പകരം നമ്മൾ ഉണ്ടാക്കുന്ന കറണ്ട് ശരിയായ സമയത്ത് ഉപയോഗിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയ സാങ്കേതിക പ്രതിസന്ധികളിലൊന്ന്, ദി സോളാർ പാരഡോക്സ്. കേരളത്തിൽ ഇന്ന് ലക്ഷക്കണക്കിന് വീടുകളിൽ സോളാർ പാനലുകളുണ്ട്. ഉച്ചയ്ക്ക് 12 മണിക്ക് കേരളത്തിൽ ആവശ്യത്തിലധികം സൗരോർജം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. KSEBക്ക് പോലും അത് മുഴുവൻ വേണ്ട. എന്നാൽ രാത്രി 8 മണിക്ക് സൂര്യൻ അസ്തമിക്കുകയും എല്ലാവരും ഒന്നിച്ച് AC-യും ഇൻഡക്ഷൻ കുക്കറുകളും ഓൺ ചെയ്യുകയും ചെയ്യുമ്പോൾ കേരളത്തിലെ കറന്റ് ഡിമാൻഡ് പെട്ടെന്ന് 4900 മെഗാവാട്ടിലേക്ക് ഉയരുന്നു. സൂര്യനില്ലാത്തതുകൊണ്ട് സോളാർ പ്രൊഡക്ഷൻ പൂജ്യവുമാകുന്നു. ഈ പ്രതിസന്ധി മറികടക്കാൻ KSEB പുറത്തുനിന്ന് ഒരു യൂണിറ്റിന് 10 മുതൽ 12 രൂപ വരെ കൊടുത്ത് ഉയർന്ന വിലയ്ക്കാണ് രാത്രി കറണ്ട് വാങ്ങുന്നത്. നമ്മുടെ സംസ്ഥാനത്തിന്റെ ആകെ കറണ്ട് ഉപഭോഗത്തിന്റെ 82% നമ്മൾ പുറത്തുനിന്ന് ഇറക്കുമതി ചെയ്യുകയാണ്. ഇതിനൊരു ശാശ്വത പരിഹാരമെന്ന നിലയിൽ നമ്മുടെ കേരളത്തിന്റെ പവർ ഗ്രിഡിനെ മൊത്തമായി മാറ്റാൻ പോകുന്ന ഒരു വമ്പൻ ബാറ്ററി വിപ്ലവം അണിയറയിൽ ഒരുങ്ങിക്കഴിഞ്ഞു. ഈ കറണ്ട് ദൗർലഭ്യം പരിഹരിക്കാൻ വേണ്ടി സർക്കാർ ഇപ്പോൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ ഒരു പുതിയ ടെക്നോളജി നടപ്പിലാക്കുകയാണ്. BESS അഥവാ ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം. ലളിതമായി പറഞ്ഞാൽ നമ്മുടെ മൊബൈൽ ഫോണുകളിൽ ഉപയോഗിക്കുന്ന പവർ ബാങ്ക് പോലെ ഒരു ഗ്രിഡ് ലെവൽ പവർ ബാങ്ക്. KSEB ഈ വർഷം അവസാനത്തോടെ കേരളത്തിൽ 5-6 വലിയ മെഗാ ബാറ്ററി സംഭരണശാലകളാണ് കമ്മീഷൻ ചെയ്യാൻ പോകുന്നത്. കാസർകോട്ടെ മൈലാട്ടിയിൽ വരുന്ന 125 മെഗാവാട്ടിന്റെയും എറണാകുളം ബ്രഹ്മപുരത്ത് വരുന്ന 250 മെഗാവാട്ടിന്റെയും മെഗാ പ്രൊജക്റ്റുകൾ ഇതിൽ ചിലത് മാത്രം. ആകെ 500 മെഗാവാട്ട് ശേഷിയുള്ള ബാറ്ററികളാണ് കേരളത്തിന്റെ മണ്ണിലേക്ക് വരുന്നത്. ഇതിന്റെ വർക്കിംഗ് മെക്കാനിസം വളരെ ലളിതമാണ്. പകൽ സമയത്ത് സോളാറിൽ നിന്ന് കിട്ടുന്ന ആർക്കും വേണ്ടാത്ത അധിക കറണ്ട് ഈ വമ്പൻ ലിഥിയം അല്ലെങ്കിൽ സോഡിയം ബാറ്ററികളിലേക്ക് ചാർജ് ചെയ്ത് വെക്കും. രാത്രി 7 മണി മുതൽ 11 മണി വരെയുള്ള പീക്ക് അവേഴ്സിൽ പുറത്തുനിന്ന് വൻവിലയ്ക്ക് കറണ്ട് വാങ്ങുന്നതിന് പകരം ഈ ബാറ്ററികൾ ഓട്ടോമാറ്റിക്കായി ഡിസ്ചാർജ് ചെയ്ത് നമ്മുടെ വീടുകളിലേക്ക് വൈദ്യുതി എത്തിക്കും. ഇതുവഴി KSEBക്ക് വരാൻ പോകുന്ന കോടിക്കണക്കിന് രൂപയുടെ ലാഭം എത്രയാണെന്ന് ഊഹിക്കാമോ? എന്നാൽ യഥാർത്ഥ വിപ്ലവം നടക്കാൻ പോകുന്നത് KSEBയുടെ സബ്സ്റ്റേഷനുകളിൽ മാത്രമല്ല, നിങ്ങളുടെയും എന്റെയും വീടുകളിലാണ്. നമ്മൾ ഒരുമിച്ച് ചേരുമ്പോൾ മാറാൻ പോകുന്നത് ഈ നാടിന്റെ ചിത്രമാണ്. ഇതിനെ ടെക്നോളജി ലോകത്ത് വിളിക്കുന്ന പേരാണ് വെർച്വൽ പവർ പ്ലാന്റ്. ഇനി വരാൻ പോകുന്നത് ഹൈബ്രിഡ് ഹോം സോളാർ സിസ്റ്റങ്ങളുടെ കാലമാണ്. നിങ്ങളുടെ വീടിന്റെ മുകളിൽ സോളാറും വീടിനുള്ളിൽ ഒരു ചെറിയ ബാറ്ററി സ്റ്റോറേജും ഉണ്ടെന്ന് വിചാരിക്കുക. ഭാവിയിൽ വരാൻ പോകുന്ന സ്മാർട്ട് ഗ്രിഡ് ഇൻവെർട്ടറുകൾക്ക് AI സഹായത്തോടെ സ്വയം തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കും. അതായത് പകൽ സമയത്ത് നിങ്ങളുടെ വീട് പൂർണ്ണമായും സോളാറിലോടും ബാക്കി വരുന്ന കറണ്ട് നിങ്ങളുടെ ഹോം ബാറ്ററി ചാർജ് ചെയ്യും. അതിനു പുറമെ കറണ്ട് ഉണ്ടെങ്കിൽ അത് KSEB ഗ്രിഡിലേക്ക് വിറ്റ് നിങ്ങൾക്ക് പൈസയാക്കി മാറ്റാം. ഇനി രാത്രിയാകുമ്പോൾ KSEBയിൽ നിന്ന് ഉയർന്ന വിലയ്ക്ക് കറണ്ട് എടുക്കുന്നതിന് പകരം ഇൻവെർട്ടർ ഓട്ടോമാറ്റിക്കായി നിങ്ങളുടെ ഹോം ബാറ്ററിയിൽ നിന്നുള്ള പവർ ഉപയോഗിക്കും. ഇതിലും വലിയൊരു മാജിക് വരാൻ പോകുന്നത് നമ്മുടെ ഇലക്ട്രിക് വണ്ടികളിലൂടെയാണ്. V2G അഥവാ വെഹിക്കിൾ ടു ഗ്രിഡ് ടെക്നോളജി. നിങ്ങളുടെ വീട്ടിൽ പാർക്ക് ചെയ്തിരിക്കുന്ന ഇലക്ട്രിക് കാറിന്റെ വലിയ ബാറ്ററി രാത്രി സമയത്ത് KSEBയുടെ പവർ ഗ്രിഡിനെ താങ്ങി നിർത്താൻ ഉപയോഗിക്കാം. ആവശ്യമെങ്കിൽ കാറിലെ കറണ്ട് ഗ്രിഡിന് നൽകാം. പകൽ സമയത്ത് വിലക്കുറവുള്ളപ്പോൾ തിരിച്ച് ചാർജ് ചെയ്യാൻ. കേരളത്തിലെ ലക്ഷക്കണക്കിന് വീടുകളും വണ്ടികളും ഇങ്ങനെ കണക്ട് ചെയ്യപ്പെടുമ്പോൾ അത് ഇടുക്കി ഡാമിനേക്കാൾ വലിയൊരു വെർച്വൽ പവർ പ്ലാന്റായി മാറും. എന്നാൽ സാങ്കേതിക വിദ്യയ്ക്ക് എപ്പോഴും 2 വശങ്ങളുണ്ട്. ഈ ബാറ്ററി വിപ്ലവത്തിനും വലിയൊരു വില നമ്മൾ കൊടുക്കേണ്ടി വരുന്നുണ്ട്. ഇവിടെയാണ് നമ്മൾ ഇതിന്റെ മറുവശം ചിന്തിക്കേണ്ടത്. ഈ മെഗാ പ്രൊജക്റ്റുകൾക്കും ഹോം ഇൻവെർട്ടറുകൾക്കും വേണ്ട ലക്ഷക്കണക്കിന് ബാറ്ററികൾ ഉണ്ടാക്കാൻ ടൺ കണക്കിന് ലിഥിയവും കൊബാൾട്ടും ഭൂമിയിൽ നിന്ന് ഖനനം ചെയ്യേണ്ടതുണ്ട്. ഇത് ആഗോളതലത്തിൽ വലിയ പരിസ്ഥിതി മലിനീകരണത്തിനും ജലക്ഷാമത്തിനും കാരണമാകുന്നുണ്ട്. കൂടാതെ 10 മുതൽ 15 വരെ വർഷം കഴിഞ്ഞ് ഈ ബാറ്ററികളുടെ ആയുസ് തീരുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന വേസ്റ്റ് മാനേജ്മെന്റ് മറ്റൊരു വലിയ വെല്ലുവിളിയാണ്. പക്ഷേ സാങ്കേതികവിദ്യ ഇതിനും പരിഹാരം കണ്ടെത്തുന്നുണ്ട്. ലിഥിയത്തിന് പകരം പരിസ്ഥിതിക്ക് ദോഷമില്ലാത്ത കടൽ വെള്ളത്തിൽ നിന്ന് പോലും വേർതിരിച്ചെടുക്കാവുന്ന ഉപ്പുരസമുള്ള സോഡിയം ഉപയോഗിച്ചുള്ള സോഡിയം അയൺ ബാറ്ററികളും ഫ്ലോ ബാറ്ററികളും ഇന്ന് വികസിച്ചുകൊണ്ടിരിക്കുകയാണ്.
കുറഞ്ഞ ചിലവിൽ കൂടുതൽ സുരക്ഷിതമായി ഊർജം സംഭരിക്കാൻ ഇവയ്ക്ക് കഴിയും. നമ്മൾ വെറുമൊരു സ്വിച്ച് ഇടുമ്പോൾ കറണ്ട് വരുന്നു എന്നതിനപ്പുറം അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ആഗോള സാങ്കേതികവിദ്യയും അത് നമ്മുടെ ഭൂമിയിലുണ്ടാക്കുന്ന ചലനങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം. ടെക്നോളജിയും പ്രകൃതിയും മനുഷ്യനും തമ്മിൽ വേർപിരിക്കാനാകാത്ത വണ്ണം കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ വലിയ മാറ്റങ്ങളെക്കുറിച്ചും AI-യും പുതിയ സാങ്കേതികവിദ്യകളും നമ്മുടെ ഭാവിയെ എങ്ങനെ മാറ്റിമറിക്കും എന്നതിനെക്കുറിച്ചും ലളിതമായി മനസ്സിലാക്കാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു കിടിലൻ ഇൻഫർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം. ദിസ് ഈസ് ദ കണക്റ്റഡ് ഹാബിറ്റാറ്റ്. നന്ദി, നമസ്കാരം.